ഹായ്, എല്ലാവരും സുഖല്ലേ? നമ്മളിപ്പോ ഫൗണ്ടേഷന്റെ ക്ലാസ് വഴി ആരംഭിക്കുകയാണ്. നമുക്കറിയാം റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ബട്ട് എന്താ നമ്മൾ പയ്യെ തുടങ്ങാണ്. യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. സോ നമുക്ക് പയ്യെ ക്ലാസ് തുടങ്ങിയാണ്. ഞാൻ ഉദ്ദേശിച്ച ഡേറ്റിലേക്ക് ക്ലാസ് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് അല്ലേ, നമ്മുടെ 2024 സിലബസ് പ്രകാരം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് എടുക്കണം മാത്സ് ആണ് കേട്ടോ. മാത്സ് അപ്പൊ പേപ്പർ 3 ആണ് എടുക്കണേ. പേപ്പർ 3 ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കണേ. ഇപ്പൊ പേര് കാറ്റഗറി ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. സോ ടെസ്റ്റ് എല്ലാവരും കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന്റെ ഫ്രണ്ട് വേർഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ടെസ്റ്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇതാണ് ടെസ്റ്റിന്റെ ഫ്രണ്ട്. ഓക്കെ, 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 ഓക്കെ. അപ്പം ടെസ്റ്റ് എല്ലാം കണ്ടല്ലോ. നമുക്കപ്പം ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആണ്, ഒരു മിനിറ്റ്, നമുക്ക് ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഓവർവ്യൂ ചെയ്യാം അല്ലെ. ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഓവർവ്യൂ ചെയ്യാം നമുക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് യൂണിറ്റ്, റേഷ്യോസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്, റേഷ്യോ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമുക്ക് മാക്സിമം നമുക്ക് ഏരിയസ് നോക്കാം. ബട്ട് ഒത്തിരി ടൈം നിങ്ങൾക്ക് എടുക്കണില്ല. ഒത്തിരി ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങി കുറച്ച് സമയം വെച്ചെടുക്കാൻ വേണ്ടി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ക്ലാസ് കാണുക. യൂട്യൂബിലാണോ അടുത്ത്, ഫ്രീ ആണോ അടുത്ത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാണാതിരിക്കേണ്ട, കണ്ടോളൂ. നിങ്ങൾ വേറെ കോച്ചിങ് സെന്ററിൽ പോകണമെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ റേഷ്യോ എന്ന ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് ഓവർവ്യൂ ആയിട്ട് പിടിക്കാം. റേഷ്യോ എന്തുണ്ട്, എത്ര ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്, റേഷ്യോ, കോമ്പൗണ്ട് റേഷ്യോ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് വായിച്ച് പഠിക്കുന്നത്, ടെസ്റ്റ് വായിച്ച് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ടെസ്റ്റ് വായിച്ച് പഠിപ്പിച്ച് നമുക്ക് ആ രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ബട്ട് ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യാനുള്ള, ഞാൻ എന്റെതായ രീതിയിൽ നോട്ട് തരും. എന്നിട്ട് ശേഷം നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ഒന്ന് ഓവർവ്യൂ ചെയ്ത് അങ്ങനെയാണ് പോവാറുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്താണ് നമ്മൾ പോകാറുള്ളത്. ഈ തവണത്തെ ഒരു സീരീസിൽ കുറച്ച് പ്രോബ്ലം കൂടി എടുത്ത് ചെയ്യണം എന്നുണ്ട്. കാരണം യൂട്യൂബിൽ നമുക്ക് എപ്പോഴും ക്ലാസ്സസ് ഇടാൻ ടൈം കിട്ടുന്ന വരില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സസിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് എന്താ ക്ലാസ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ യൂട്യൂബിന്റെ ലൈവ് മറ്റു ക്ലാസ്സിലെല്ലാം നമുക്ക് അതിൽ അപ്ഡേറ്റ് ആയിരിക്കും. ഇപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ, റേഷ്യോ ഓഫ് ദ കമ്പാരിഷൻ ഓഫ് 2 or more ക്വാണ്ടിറ്റി ഓഫ് സെയിം കൈൻഡ് ബൈ ഡിവിഷൻ. നമുക്ക് സെയിം കൈൻഡ് നമുക്ക് റേഷ്യോ എന്ത് ചെയ്യാം, രണ്ട് ക്വാണ്ടിറ്റി റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. എഴുതിയാൽ ഇത് സെയിം സൈഡ് എന്താണ്, ഒരേ സ്ഥലത്തിലുള്ള കാര്യങ്ങൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇപ്പം എ റേഷ്യോ ഈസ് എ കമ്പാരിഷൻ ഓഫ് സൈസ് ഓഫ് 2 or more ക്വാണ്ടിറ്റി ഓഫ് സെയിം കൈൻഡ് ബൈ ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ബോർഡിലേക്ക് പോവാം. ഓക്കെ, റേഷ്യോ എന്ന ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം A:B എന്നായിരിക്കും വരിക. ഓക്കെ, ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇതെന്തായിരിക്കണം, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് അല്ലെ, ബി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, സെക്കൻഡ് ടൈം ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് ടൈമിന് വേറൊരു പേര് പറയും, എന്താ, ആന്റിസിഡന്റ്. സെക്കൻഡ് ടൈമിന് എന്ത് പറയും, കോൺസിക്വന്റ്. അപ്പൊ A:B എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആൻസിഡന്റും സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് കോൺസിക്വന്റും ആണ്. അത് എവിടെ നോക്കണ്ട, ടെസ്റ്റിൽ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ടെസ്റ്റ് കിടക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഓർ ആൻസിഡന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ടൈം ഓർ ആൻസർ. എനെയാണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ബിനെയാണ് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. അതവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഇത് രണ്ടും എന്തായിരിക്കണം, സെയിം യൂണിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്തായിരിക്കണം? സെയിം യൂണിറ്റ് ആയിരിക്കണം. മീൻസ് സെയിം യൂണിറ്റ് ആയിരിക്കണം. എയും ബിയും സെയിം യൂണിറ്റ് ആയിരിക്കണം. Then the fraction A by B is called എന്താണ്? റേഷ്യോ ഓഫ് A to B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എഴുതാൻ പറ്റും. ഇപ്പം A/B എന്നൊരു റേഷ്യോ, A/B എന്ന റേഷ്യോ രണ്ടും ഒരേ കാര്യം. ഇപ്പം 35 കിലോ ഉള്ള ഞാനും എന്താണ് 45 കിലോ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരനും കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഞാനും 90 കിലോ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരനും, അല്ലെങ്കിൽ 153 സെന്റിമീറ്റർ ഉള്ള ഞാനും 140 സെന്റിമീറ്റർ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടും, അല്ലെങ്കിൽ 160 സെന്റിമീറ്റർ ഉള്ള ഞാനും 170 സെന്റിമീറ്റർ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരനും. ഇവിടെ എന്തായിരിക്കണം? യൂണിറ്റ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 35 കിലോ ഉള്ള ഞാനും എന്താണ് 140 സെന്റിമീറ്റർ ഉള്ള എൻ്റെ കൂട്ടുകാരനും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? റേഷ്യോ ആക്കാൻ പറ്റില്ല. ഇത് റേഷ്യോ ആണ്, ഇത് റേഷ്യോ ആണ്, ഇത് റേഷ്യോ ആണ്, ഇത് റേഷ്യോ ആണ്. ഇതെന്തല്ല? റേഷ്യോ അല്ല. മനസ്സിലായില്ലേ? കാരണം എന്തായത്? സെയിം കൈൻഡ് അല്ല, സെയിം യൂണിറ്റ് അല്ല. മനസ്സിലായോ? അപ്പൊ ടു ക്വാണ്ടിറ്റി എന്തായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? സെയിം കൈൻഡിലായിരിക്കണം എന്നാണ് പറയുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത്. എന്റെ വെയിറ്റും എന്റെ ഫ്രണ്ടിന്റെ വെയിറ്റും, അല്ലെങ്കിൽ എന്റെ ഹൈറ്റും എന്റെ ഫ്രണ്ടിന്റെ ഹൈറ്റും തമ്മിലുള്ള കമ്പാരിസൺ, രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പാരിസൺ ഓഫ് സൈസ് വെച്ചോ, ഓർ ഓഫ് ടു ഓർ മോർ ക്വാണ്ടിറ്റി, രണ്ടധികം ക്വാണ്ടിറ്റി വെച്ചോ കമ്പയർ ചെയ്യാം. ഓഫ് സെയിം കൈൻഡ് ആയിരിക്കണം, ഒരേ കൈൻഡ് ലെവൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, റെക്കോർഡ് വീഡിയോ ആകുമ്പോൾ അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ പറഞ്ഞത് ഇൻ ദ റേഷ്യോ 5:6 as 5 and 6 are called the terms of ratio. 5 എന്താണ്? ഫസ്റ്റ് ടേം ആണ്, അല്ലെങ്കിൽ എന്ത് പറയും? ആന്റി ഇൻസിഡന്റ്. ബി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 6 ആണ്. സോ 6 ആണ് ഇവിടെ എന്ത്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. റിമാർക്ക്, ഇവിടെ റിമാർക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിമാർക്ക് എന്താണ്? റിമാർക്ക് ബോത്ത് ടേം ഓഫ് റേഷ്യോ എന്താണ്? റേഷ്യോയിലുള്ള രണ്ട് ടേംസ്. ഏതൊക്കെയാണ് ടേംസ്? എയും ബിയും can be multiplied or divided by എന്താണ്? ബൈ സെയിം നമ്പർ. സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താവില്ല? 0 ആവാൻ പാടില്ല. യൂഷ്വലി റേഷ്യോ എക്സ്പ്രസ് ഇൻ ലോവസ്റ്റ്. പൊതുവെ എന്താണ് കാണിക്കുന്നത്? റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾസ്റ്റ് ഫോമിലായിരിക്കും കാണിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഇപ്പം 50 കിലോ ഉള്ള ഞാനും 100 കിലോ ഉള്ള എന്റെ ഫ്രണ്ടും എന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ലോവസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഇത് 10 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 5, ഇത് 10 ആവൂലേ? സോ വീണ്ടും ഇതിനെ വെട്ടാം, 1:2 എന്നാവൂലേ? അപ്പൊ ഇതായിരിക്കണം എന്താ? റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് റേഷ്യോ. ഓക്കെ, മനസ്സിലായോ? ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി? ഇത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, ഇത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, ആണല്ലോ. സോ ഇനി ഇവിടെ ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1:2 ആക്കായിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ എടുപ്പുണ്ട്. ഇലിസ്ട്രേഷൻ ആയിട്ട് എന്താ? ഓക്കെ, 12:16 വന്നേക്കണം. അതെങ്ങനെ എന്താ സ്മോളസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നു എന്നാണ് നോക്കുന്നത്. ദ ഓർഡർ ഓഫ് ടേം ഇൻ എ റേഷ്യോ ഈസ് ഇമ്പോർട്ടന്റ്. ഓർഡറിന് എന്താണ്? പ്രാധാന്യമുണ്ട് അല്ലേ? കാണിച്ചുതരാം, എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പം ഇത് 12:16 അല്ല വന്നേക്കണേ. 12:16 എന്ത് എഴുതുന്ന എങ്ങനെ അറിയോ? 12/16 എഴുതുന്നതാണ് 12:16 എന്ന് പറയുന്നത്. സോ ഇതെന്താവില്ല, നമുക്ക് ആദ്യമേ 16/12 ഏതാ? അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ പറ്റില്ല ഇവിടെ. ഓക്കെ, കാരണം എന്താണ്? ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ്. സോ ഓർഡറിന് പ്രാധാന്യം ഉണ്ട്. ഇത് എന്തുകൊണ്ട് കട്ടിയാ? ഇതിനെ 4 കൊണ്ട് കട്ടിയാ 3 വരും. 16ന് 4 കൊണ്ട് കട്ടിയാ 4. അപ്പൊ ഇതാണ് എന്താ? റേഷ്യോ എന്ന് പറയുന്നത് 3:4. കണ്ടോ ഉത്തരം കിടക്കണേ? ഇപ്പൊ ഇത് ഇവിടെ താഴെ പറഞ്ഞു 3:4 ഈസ് നോട്ട് ഈക്വൽ ടു 4:3. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ? ഓർഡറിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. സോ 12/16 എഴുതുന്നതും 16/12 എഴുതുന്നതും സെയിം അല്ല. ഇറ്റ് ഈസ് ഡിഫറെന്റ് അല്ലെ? ഇറ്റ് ഈസ് എന്താണ്? ഡിഫറെന്റ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി ക്യാൻ റൈറ്റ് എന്താണ്? 3:4 ഈക്വൽ ടു
4:3 എന്ന് എഴുതാൻ പറ്റില്ല. സോ ഓർഡറിന് എന്തുണ്ട്? റേഷ്യോയ്ക്കകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ആയ ഇമ്പോർട്ടൻസ് എന്തുണ്ട്? റേഷ്യോയ്ക്കകത്ത് കിടപ്പുണ്ട്. അപ്പം റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താ? ഓർഡർ ഓഫ് ടൈമിംഗ് റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ്. റേഷ്യോ is only between quantity of the same kind. എപ്പോഴും എന്ത് മാത്രം സെയിം കൈൻഡ് ഉള്ള ക്വാണ്ടിറ്റി നമ്മൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റേഷ്യോ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഡിസ്കഷൻ മൂന്നാമത്തെ, there is no ratio between number of students in a class and the salary of the teachers. There is no ratio between the weight of one child and the age of another child. നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്, വിശേഷമായിട്ട് പറയുന്നത്. എന്താണ്? ഇവിടെ റേഷ്യോ ഇല്ല. there is no ratio. എന്ത്? ആരൊക്കെ തമ്മിൽ? എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിലെന്നും എത്രയാണ് ടീച്ചറിന്റെ വരുമാനമെന്നും ഒരു റേഷ്യോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. 50 വിദ്യാർത്ഥികളുണ്ട്, ടീച്ചറിന്റെ സാലറി 40,000 എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ പറയുന്നത് 50 സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. സോ ഇത് എണ്ണമാണ്. ഇത് 40,000 രൂപ എന്ന് പറയുന്നത് സാലറിയാണ്, ഇത് റുപ്പീസിലാണ്. സോ എന്താണ്? നമുക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് റേഷ്യോ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ റേഷ്യോ. സോ അതേപോലെ തന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിയേ, നോ റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? ഒരു കൊച്ചിന്റെ വെയിറ്റും അടുത്ത കൊച്ചിന്റെ വയസ്സും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ. കാരണം എന്താ? അതും ഡിഫറെന്റ് അല്ലേ? എന്താണ്? ഒന്ന് വെയിറ്റും മറ്റത് എന്താണ്? ഏജും ആണല്ലോ, ഇയേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫറെന്റ് യൂണിറ്റ്. സോ റേഷ്യോ ഡസന്റ് എക്സിസ്റ്റ് അല്ലേ? അപ്പം ക്വാണ്ടിറ്റി കമ്പയർഡ് മസ്റ്റ് ബി ഇൻ ദ സെയിം യൂണിറ്റ്. നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന റേഷ്യോസ് എന്തായിരിക്കണം? സെയിം റേഷ്യോയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് സെയിം റേഷ്യോയിലായിരിക്കണം എന്ന് മാത്രം. റേഷ്യോ ബിറ്റ്വീൻ 150 gram and 2 kg പറ്റുമോ മക്കളെ? 150 ഗ്രാമിന് 2 കിലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എന്താണ്? രണ്ട് യൂണിറ്റ് ആണ്, ഗ്രാമും കിലോഗ്രാമും. ബട്ട് നമുക്ക് ഗ്രാമിനെ കിലോഗ്രാമിലേക്കോ അല്ലെ കിലോഗ്രാമിനെ ഗ്രാമിലേക്കോ മാറ്റാൻ പറ്റൂല. ഇനിയിപ്പോ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുന്നില്ലേ നമുക്ക് എളുപ്പം. ഈ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് ആക്കി കഴിഞ്ഞു. സോ 150 ഗ്രാം എന്ന് പറയും, 150 ഗ്രാം എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. 2 kg എന്ന് പറയുന്നത് 2000 ഗ്രാം ആണ് അല്ലെ? സോ 115:2000 അല്ലെങ്കിൽ 2000 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 3:4 എന്ന റേഷ്യോ കിട്ടും. സോ അതേപോലെ തന്നെ 25 മിനിറ്റ് 45 സെക്കൻഡ് 25 മിനിറ്റ് നമുക്ക് ഇങ്ങോട്ട് വരാം, സെക്കൻഡിലേക്ക് മാറ്റുന്നതാണ് എളുപ്പം. സോ എന്ത് ചെയ്യുന്നതാണ്? ഇൻറ്റു 16 ചെയ്താൽ മതി, സെക്കൻഡിലേക്ക് മാറാൻ പറ്റും. അപ്പൊ എത്ര വരും? 1500 സെക്കൻഡ്സും വരും, 45 സെക്കൻഡും വരും. ഇവിടെ 150 gram and 2000 gram എന്ന് വരും. ഇൻറ്റു 100 ഏതാണ്? കിലോഗ്രാം ഗ്രാമിലേക്ക് മാറ്റാം കേട്ടോ. റേഷ്യോ ബിറ്റ്വീൻ 3 kg and 5 kg. ഇവിടെ റേഷ്യോ എന്താവും? 3/5 തന്നെയാവും. ടു കമ്പയർ ടു റേഷ്യോ കൺവേർട്ട് ദം ഇൻറ്റു ഇക്വിവാലന്റ് ലൈക്ക് ഫംഗ്ഷൻ. ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ടു ഫൈൻഡ് വിച്ച് റേഷ്യോ ഈസ് ഗ്രേറ്റർ. ഇതിലെ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള റേഷ്യോ ഏതാ എന്നാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, ഏത് റേഷ്യോ ആണ് മക്കളെ ഏറ്റവും വലുത് എന്നാണ് ചോദ്യം വന്നേക്കണേ. ഇതിൽ ഏത് റേഷ്യോ ആണ് വലുത് എന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ നമുക്ക് എന്താ 2/1/3 ഉണ്ട്, 3:1/3 ഉണ്ട്, 3.6:4.8 ഉണ്ട്. ഇത് ഏതാണ് ഏറ്റവും വലുത് എന്നാണ് ചോദ്യം ചോദിച്ചേക്കണേ. മക്കളെ ഇത് ചെയ്യേണ്ടത്, ഈ ഒരു ഫാഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പം 2/1/3 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം 2 × 3 + 1/3 ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യാ? 2 × 1/3 എന്നല്ലേ കിടക്കുന്നത്. സോ 2 × 3 + 1/3 ചെയ്യുക. അപ്പൊ അത് റേഷ്യോ കിട്ടും. ഇത് 7/3 വരും. സോ മറ്റേ 3:1/3 വരുമ്പോ 3 × 3 9 + 1/10/3 അപ്പം 10/3 എന്ന് വരും. ഇതാണ് ഒരു റേഷ്യോ. മറ്റു റേഷ്യോ 3.6:4.8 വരും. ഇതെന്ത് ചെയ്യണം? 7/3 എന്താണെന്ന് നോക്കാം. 7/3 എന്ന് പറയുമ്പോ 2 പോയിന്റ് സംതിങ് ആണ് അല്ലെ? 2.3 വരും. 10/3 എന്ന് പറയുമ്പോഴോ 3.33 എന്ന് വരും. സോ ഇവിടെ ഗ്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 3.6:4.8 ആണ് ഗ്രേറ്റർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് ചെയ്യാൻ വേറെ രീതി ഉണ്ട്. എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, 1/3 ചെയ്യാം. 2 + ആ 1/3 ഇല്ലേ, അത് ചെയ്യണം. ഉത്തരം കിട്ടും.
അല്ലേ? 1/3 എന്ന് പറയുമ്പോൾ 0.33. അപ്പൊ 2 + 0.3 എന്ന് വെച്ചാൽ 2.33 എന്ന് വരും. ഇതും അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ലൈവ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ നിങ്ങളത് കമന്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇഫ് എ ക്വാണ്ടിറ്റി ഇൻക്രീസ് or decrease in the ratio A/B, then new quantity equal to B by A of the original quantity. The fraction by the original quantity is multiplied to get new quantity is called factor multiply ratio. റേഷ്യോസ് ഡിഫറെന്റ് ടൈപ്പുള്ള നമുക്ക് നോക്കാം. പിന്നെ ഇതെന്താണ് ഓരോ ഇലിസ്ട്രേഷൻസ് ആണ്. ജസ്റ്റ് മക്കളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി ഇറേഷൻ റേഷ്യോസ് അതിന്റെ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ ഇനി കുറച്ച് നോട്ട് തരാം. ഓക്കെ, നമ്മൾ ആദ്യമേ റേഷ്യോ എന്താണ് പറഞ്ഞല്ലേ? If two quantity A is to B of the same kind which we represent as A by B equal to എന്താണ്, that is A is to B. അത് നമ്മൾ കാണിച്ചു. യൂണിറ്റ് ഫ്രീ ആണ്. നോ യൂണിറ്റ് ഫോർ റേഷ്യോ. റേഷ്യോക്ക് എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് നോട്ട് എഴുതിക്കോ. യൂണിറ്റ് ഫ്രീ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഓർ എന്താണ്? നോ യൂണിറ്റ്. എന്താണ്? യൂണിറ്റ് ഇല്ല. ആർക്ക്? റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. ഇപ്പൊ 3:4 നമ്മൾ എഴുതിയല്ലോ. 3:4 സെന്റിമീറ്ററിന് എഴുതിയോ? ഇല്ല. കിലോഗ്രാമിന് എഴുതിയില്ല. എഴുതിയോ? ഒന്നും എഴുതിയിട്ടില്ല. സോ അതിനെന്തില്ല? യൂണിറ്റ് ഇല്ല. എന്തിനൊന്നുമില്ല? റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. അടുത്താണ് റേഷ്യോ റെപ്രസെന്റ്. എന്താണ്? നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ച കാര്യമാണ്. റേഷ്യോ ആർ എന്താണ്? എക്സ്പ്രസ്ഡ് ഇൻ സിംപിളസ്റ്റ് ഫോം. എന്ത് ഫോമാണ്? സിംപിളസ്റ്റ് ഫോം. ഏറ്റവും സിംപിളസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, 50:100 വന്നപ്പോ ഏറ്റവും സിംപിളസ്റ്റ് ആക്കിയത് നമ്മള് 1:2 ആക്കിയത് സെയിം അത് കാര്യമാണ് കേട്ടോ. ഓർഡർ ഓഫ് ടൈം ഓഫ് റേഷ്യോ ഇസ് ഇമ്പോർട്ടന്റ്. ഓർഡർ ഓഫ് ടൈം ഓഫ് റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓർഡർ ഓഫ് ടൈം ഈസ് ഇമ്പോർട്ടന്റ്. നമ്മൾ പറഞ്ഞില്ലേ എന്താ? A/B ഈസ് നോട്ട് ഈക്വൽ ടു B/A. എക്സാമ്പിൾ വേണമെങ്കിൽ 3:4 ഈസ് നോട്ട് ഈക്വൽ ടു 4:3. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് എന്താ? നമുക്കൊരു 7 ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിക്കാനുള്ള കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. പക്ഷെ മക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്തുന്നു. ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ പോലെയുള്ളൂ. നമുക്ക് സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം കാണാം. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം കണ്ടിന്യൂസ് ഈ റെക്കോർഡർ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബോറാണ്. കാരണം നിങ്ങളുടെ ഒരു കോണ്ടാക്ട്സ് കിട്ടുന്നത് നമ്മൾ ലൈവ് ക്ലാസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടോട്ടെ നമുക്കത് വരുമ്പോ ഒരു ഓക്കെ. മക്കൾ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ഫൗണ്ടേഷൻ പാസ് ആവും കേട്ടോ. അപ്പം ആർക്കെങ്കിലും പേടിയുണ്ടോ? മാത്സ് പേടിയായിട്ട് നിൽക്കുന്ന കാര്യമുണ്ടോ? അങ്ങനെയുള്ള ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. മാത്സ് ഭയങ്കര പേടി സ്വപ്നമൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് തീർത്തെടുക്കാം. മാത്സ് വലിയ പേടിക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ബട്ട് നമ്മൾ എന്ത് ചെയ്യാം? നല്ല പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പറയുന്ന പോലെ റെഡിയായി പക്കയായിട്ട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഈ വർഷം നിൽക്കാനായിട്ടാണ് നമ്മള് ഒത്തിരി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നില്ല. എന്തായാലും വരിക, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചാനലിൽ നമ്മുടെ അപ്ഡേഷൻ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എന്താ യൂട്യൂബ്. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ഓക്കെ മക്കളെ, പഠിച്ചു തുടങ്ങട്ടോ എല്ലാത്തിനും. ഓക്കെ.